എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു ആണല്ലേ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. വിഷു ആയിട്ട് വിഷു തീം കേക്ക് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇന്ന് കസവമുണ്ട് തീം കേക്കാണ് കേട്ടോ. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇത് 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുത്തൊരു സ്പഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് പുറത്തെടുത്തതിന് ശേഷം ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കസവമുണ്ട് കേക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഫ്ലാറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു 2 ലെയർ ചെയ്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള 2 ലെയറാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതേ കേക്ക് നമ്മളൊന്ന് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുണ്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ മടക്കിയിരിക്കുമ്പോൾ കുറച്ചൊന്ന് സൈഡ് കുറച്ചൊന്ന് ഉരുണ്ടിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവും, ഒന്ന് മടക്കിയിരിക്കുന്ന ഫീലല്ലേ. അതുപോലെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സൈഡിൽ നമ്മൾ മുണ്ട് മടങ്ങിയിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മടങ്ങിയിരിക്കുന്നത് പോലെ. പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ കേക്ക് ഒരുവിധം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുണ്ടിലേക്ക് കസവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻ്റെ അടുത്തൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കസവിൽ ഇങ്ങനെ ലൈൻസ് ഉണ്ടാവുമല്ലോ, നൂല് പോലെ, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ഒന്നിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുഞ്ഞു കസവാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ കസവ് വേണമെങ്കിൽ വലിയ കസവ് എടുക്കാം. ഇത് ചെറിയൊരു കേക്കല്ലേ. ഇനി നമുക്ക് കേക്കിലേക്ക് കസവ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫോണ്ടനിൽ ചെയ്തെടുത്തത് ഇതേപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒരു സൈഡിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ കസവിൻ്റെ എക്സസ് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സൈഡും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സൈഡിൽ നമ്മൾ ആ ഒരു മടക്ക് വരുന്നില്ലേ മുണ്ടിൻ്റെ, ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ബാമ്പൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മടങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത കരയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുണ്ട് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിന് മുൻപ് നമ്മളൊരു വിഷുക്കണി തീം കേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെറ്റിലയും അതുപോലെ തന്നെ കോയിൻസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫോണ്ടൻ്റ്, ഗ്രീൻ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെറ്റിലയുടെ നെറ്റി പോലെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറ്റില മാത്രം പോരല്ലോ, നമുക്ക് വിഷു കൈനീട്ടം വേണ്ടേ. അപ്പോൾ ഗോൾഡ് കോയിനും സിൽവർ കോയിനും ആണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻ്റ് ചെറിയ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ കസവിലേക്ക് ചെയ്ത് കൊടുത്തുല്ലോ, ഗോൾഡൻ ഡസ്റ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിൽവർ കോയിനകത്ത് സിൽവറിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടൊരു വർക്ക്, ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കസവമുണ്ട് തീം കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.